പറയാ സ്നേഹത്തിൻ്റെയും ഭാവനയുടെയും ബന്ധനത്തിൽ ഭഗവാനെ പോലും കെട്ടിയിടുന്ന മഹിമായോഗ്യരായി ഭവിക്കട്ടെ. ഭക്തി മാർഗത്തിൽ ഗോപഗോപികമാർ ഭഗവാനെ പോലും ബന്ധിച്ചിട്ടതായിട്ട് പറയുന്നുണ്ട്. അവരെ എപ്പോഴൊക്കെ ആഗ്രഹിച്ചു അപ്പോഴൊക്കെ അവർക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാൻ സാധിച്ചിരുന്നു. ഒരു സദാ അതീന്ദ്രിയ സുഖം അനുഭവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ സംഗമയുഗത്തിൽ നിരാകാരിയായ പരമപിതാ പരമാത്മാവിനെ ബ്രഹ്മലോകത്തിൽ നിന്നും അല്ലെങ്കിൽ സാകാര ലോകത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് സ്നേഹത്താലും ഭാവനയാലും. അപ്പോൾ ബാബ പറയുക സ്നേഹവും ഭാവനയും ഇത് രണ്ട് കയറ് പോലെയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബാബ തൻ്റെ ഹൃദയ സിംഹാസനം നൽകും. ഇപ്പോൾ കുട്ടികൾക്ക് ചുറ്റും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ബാബയുടെ ഈ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഊഞ്ഞാലിലാടുന്ന പോലെ അതായത് സദാ സുഖത്തിൻ്റെ അനുഭൂതിയിലിരിക്കാൻ സാധിക്കും. പ്രശ്നങ്ങളൊന്നും മനസ്സിനെ സ്വാധീനിക്കില്ല. സ്നേഹം ഉള്ളതുകൊണ്ട് അവിടെ ത്യാഗം ഉണ്ടായിരിക്കും. ദുർഗുണങ്ങളെ നമ്മൾ ദുർവികാരങ്ങളെ ത്യാഗം ചെയ്യും. അപ്പോൾ തന്നെ അവിടെ സമർപ്പണം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ സ്നേഹമുള്ളവർ പറയുന്നത് അത് കേൾക്കുകയും ചെയ്യും. അങ്ങനെ ബാബയുടെ ശ്രീമത്ത് പ്രകാരം നടക്കുന്നത് കൊണ്ട് എപ്പോഴും ബാബയുടെ സഹായം സംരക്ഷണം ഉണ്ടായിരിക്കും. അപ്പോൾ ബാബ ഇവിടെ ബുദ്ധി മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ പോരാ, ഇവിടെ നമ്മൾ ഹൃദയവും കൂടെ വർക്ക് ചെയ്യണം. നമ്മൾ സംബന്ധം വയ്ക്കണം. എങ്ങനെയാണ് ഗണപതി തൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ലോകം എന്ന് പറഞ്ഞ് ആ അച്ഛനും അമ്മയ്ക്കും ചുറ്റും കറങ്ങിയിട്ട് വന്നിട്ട് ആ ജ്ഞാനപ്പഴത്തെ കരസ്ഥമാക്കി. മുരുകനാണെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അവർ പറഞ്ഞത് കേട്ടിട്ട് ലോകം തന്നെ ചുറ്റി കറങ്ങാൻ വേണ്ടി പോയി, ലേറ്റായി. പക്ഷെ ഗണപതി തൻ്റെ ഭാവനയിൽ അച്ഛനും അമ്മയും തന്നെ ലോകമായിട്ട് കണ്ടു. അപ്പം അതേമാതിരി നമ്മളും നിരാകാരിയായ പരമാത്മാവിനെ തൻ്റെ സർവ്വ സംബന്ധങ്ങളോടുകൂടി തന്നെ കാണണം. അപ്പോൾ ബാബയും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഈ സാകാര ലോകത്തുള്ളതായിട്ട് നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും. ബാക്കി ദേവന്മാരെ ഓർമ്മിച്ചാൽ പോലെ അവർക്ക് അവരുടെ ശക്തി എന്താണ് അതേ നമുക്ക് നൽകാൻ ഭക്തിയിലാണെങ്കിലും സാധിച്ചിരുന്നു. അല്ലെ, ഹനുമാൻ്റെ രൂപം ഓർമ്മിക്കുന്നവർക്ക് ആ ശക്തി ലഭിക്കും. ലക്ഷ്മി ദേവി ഓർമ്മിക്കുന്നവർക്ക് ആ ശക്തി അനുഭവം ഉണ്ടായിരുന്നു, ആ പ്രാപ്തി ലഭിച്ചിരുന്നു. പക്ഷെ നിരാകാരിയായ പരംപിതാ പരമാത്മാവ് അല്ലെ പിതാവാണ്. അതുകൊണ്ട് ബാബ നമുക്ക് സർവ്വസമ്പത്തുകൾ സർവ്വപ്രാപ്തികളാലും നമ്മൾക്ക് നിറച്ചു തരും. അതുകൊണ്ട് ബാബയെ ഭോലാനാഥൻ നിഷ്കളങ്കനായ നാഥനായിട്ട്